അല്ല നീ എപ്പോഴും ഫോൺ നോക്കി ഇരുന്നാ മതിയാ. എന്റെ അടുത്ത് വന്നിട്ട് നീ സഹായിച്ചൂടെ? നിങ്ങളെ പണിയേ ഞാൻ ചെയ്തോളാം. നിങ്ങൾ എന്റെ പണി എടുത്തോളൂ. എടുത്ത കൂടെ നീ ചെയ്തോളൂ. ഓക്കെ ആണോ? ഡീൽ ഓക്കെ ആണോ? ശരി, അങ്ങനെയാണെങ്കിലേ നീ ഇതും കൂടി കേട്ടിട്ട് പോയിക്കോ. കറക്റ്റ് മാസം 1-ാം തീയതി ആവുന്നുണ്ടല്ലോ. കറക്റ്റ് മാസം 1-ാം തീയതി ആയി കഴിഞ്ഞാൽ കറണ്ട് ബില്ല് വരും. അത് കെട്ടണം. അത് കൂടാണ്ട് ഈ പിന്നെ നിങ്ങൾ നമ്മുടെ മൊത്തം 6 പേര് നമ്മുടെ വീട്ടിലോട്ട്. നമ്മൾ 6 പേര്, 4 പേർക്ക് ഫോണുണ്ട്. ഈ 4 പേരുടെ ഫോണിന്റെ റീചാർജ് നീ തന്നെ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ചിക്കനോ മട്ടണോ മേടിക്കേണ്ടി വരും. ബാക്കിയുള്ള ദിവസം മീനാണെങ്കിൽ ഞായറാഴ്ച മാത്രം ചിക്കൻ വേണം. അത് നീ മേടിച്ചോളൂ, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ലെവലാക്കി വരുമ്പോഴേക്കും അച്ഛൻ്റെയും അമ്മയുടെയും ഒരു മെഡിക്കൽ ബില്ല് വരിക. അത് കെട്ടണം കേട്ടോ. ഇതെല്ലാം കൂടാണ്ട് വരുമ്പോൾ ഇവിടെ ആർക്കെങ്കിലും അസുഖം വരും. അപ്പൊ അത് നീ നോക്കിക്കോണം. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഞായറാഴ്ച ദിവസം പുറത്തേക്ക് പോകണമെന്ന് പറയും. അപ്പൊ എന്നെയും കൂട്ടി നീ പുറത്തേക്ക് പോയിട്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു തരണം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ആഴ്ചയിൽ നിന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിരുന്ന് വരും. അവർക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ വെച്ചുണ്ടാക്കി കൊടുത്തണം. അതിനെന്തെങ്കിലും സാധനമൊക്കെ മേടിച്ച് കടയിൽ നിന്ന് കൊണ്ടുവന്ന് തരണം. ഇതെല്ലാം വരുമ്പോഴേക്കും 5-ാം തീയതി ആകുമ്പോഴേക്കും മൊത്തം വീട്ടിൽ നമുക്ക് വീട്ടിൽ ജാനങ്ങൾ വേണ്ടേ പല ഇറക്കിയ സാധനങ്ങൾ, അത് മൊത്തം ഇവിടെ ഇറക്കണം കേട്ടോ. ഈ ഇറക്കിയ സാധനങ്ങൾ തീരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്നൊരു ആവശ്യം വരും. അപ്പൊ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ടും തരണം. ഇതെല്ലാം ചെയ്ത് വരുമ്പോഴേക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ ഇതെല്ലാം ചെയ്യുന്നവർ നീ കാര്യം നോക്കുകയാണെങ്കിൽ നീ പണിക്ക് പോയിക്കോ, ഞാൻ വീട്ടുകാരെ നോക്കിക്കോളാം. ഓക്കെ? അപ്പൊ ചിക്കനല്ലേ മേടിച്ചേ, ചിക്കൻ മട്ടൻ ഉണ്ടാക്കിട്ട് പോവാ. ഇതാണ് ആളെന്ന് പറയണത്.